ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഈ ഒരു സ്നാക്ക് ഉണ്ടല്ലോ, നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ സ്നാക്കായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ അത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ നന്നായി പഴുത്ത 3 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. പഴത്തിൻ്റെ രണ്ട് സൈഡും കട്ട് ചെയ്തിട്ട് ആവിയിൽ വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അതങ്ങനെ ഞാനിവിടെ 3 നേന്ത്രപ്പഴം നല്ല പോലെ ആവിയിൽ വേവിച്ചെടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിലുള്ള ആ നാരും ആ കറുത്ത നിറത്തിലുള്ളതും ഞാനൊന്ന് എടുത്തു മാറ്റിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രമേ എടുത്തു മാറ്റാം കേട്ടോ. എന്നിട്ട് ഇത് നേരെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി ഒട്ടും മധുരം കഴിക്കാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല, ഒരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വാനില എസൻസ് ആണ് ചേർക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്ക 2 ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഏലക്ക പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ആ ഒരു ഏലക്കയുടെ കുത്തൽ ഇഷ്ടമല്ലാത്തവർക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മൈദയാണ്. മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി ആണെങ്കിൽ അതും ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് മൈദ ചേർക്കുന്നുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്ത ശേഷം ബാക്കി മൈദ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതാ മൈദയും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ അങ്ങോട്ട് അടിച്ചെടുക്കുക. നിർത്തിയിട്ട് വേണം കേട്ടോ അടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ തന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. ഈ ഒരു രീതിക്ക് വേണം അരച്ചെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ റവയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് വീണ്ടും ഒന്ന് കറക്കിയെടുക്കുക കേട്ടോ. ഒരുപാട് കറക്കിയെടുക്കേണ്ട, 1-2 പ്രാവശ്യം കറക്കിയെടുക്കുക. അപ്പോൾ അതങ്ങനെ കറക്കിയെടുത്തത് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് കൂടെ മൈദ ചേർത്ത് കൊടുക്കുക. മൈദ ചേർത്തിട്ട് നല്ലപോലെ കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ എങ്ങനെയാണോ കുഴച്ചെടുക്കുന്നത് അതുപോലെ തന്നെ കുഴച്ചെടുക്കണം. സ്പൂണ് കൊണ്ടൊന്നും മിക്സ് ചെയ്തിട്ട് കാര്യമില്ല കേട്ടോ. കൈ വെച്ചിട്ട് തന്നെ നല്ലപോലെ കുഴച്ചെടുത്താലാണ് ഇത് സെറ്റായി വരുള്ളൂ. കയ്യിലേക്ക് ലേശം ഓയിലൊക്കെ ഒന്ന് ആക്കി കൊടുത്തിട്ട് കുഴച്ചെടുക്കണമെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കി കിട്ടും കേട്ടോ. ഇതിലേക്ക് കുറച്ച് എള്ളും കൂടെ ആഡ് ചെയ്യണം കേട്ടോ. ഞാനിവിടെ 2 ടീസ്പൂൺ എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളുത്ത എള്ളാണ് കേട്ടോ എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ കറുത്ത എള്ളുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ അത് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. എള്ള് നല്ലതായതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ അതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ എള്ള് കൂടെ മിക്സ് ചെയ്തിട്ട് നല്ല പോലെ അങ്ങോട്ട് കുഴച്ചെടുക്കുക കേട്ടോ. എള്ള് ചേർക്കുക ഇഷ്ടമുള്ളവർക്ക് ചേർത്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അതുപോലെ ഇനിയിപ്പോൾ കുറച്ചൊക്കെ ഇടണം എന്നാണെന്നുണ്ടെങ്കിൽ അത്ര ഇട്ടാലും മതി കേട്ടോ. അപ്പോൾ തന്നെ ഞാൻ എള്ളൊക്കെ ചേർത്ത് നല്ല പോലെ ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിന്ന് കുറച്ച് വലിയ ബോൾസ് മാവ് എടുക്കുക. എന്നിട്ട് കുറച്ച് പൊടി ഇട്ട് കൊടുക്കുക, മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഒരുപാട് തിന്നാവാതെ ലേശം ഒരു കട്ടിക്ക് വേണം പരത്തിയെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ കൈവച്ചിട്ട് ഒന്ന് പരത്തിയെടുത്ത ശേഷം ഇതുപോലെ കോയിൽ കൊണ്ടിട്ട് പരത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് തിന്നാവരുത്, ലേശം ഒരു കട്ടി ഇരുന്നോട്ടെ. അപ്പോൾ തന്നെ ഇതൊരു കട്ടിക്കൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഞാനൊരു മൂടി വെച്ചിട്ട് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എത്രയാണ് വലിപ്പം വേണ്ടത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് പൊടി കൊണ്ട് കട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ബാക്കി മാവ് നമ്മൾ വീണ്ടും ഇതേപോലെ ഒന്നുകൂടെ ഒന്ന് കുഴച്ച് സെറ്റാക്കിയിട്ട് വീണ്ടും പരത്തിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുക. ഈ ഒരു കട്ടിക്കാണ് കേട്ടോ നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെക്കാം. എന്നിട്ട് ഇത് ഓരോന്നും ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ടാവണം. അതിലേക്ക് ഇട്ട് കൊടുത്തതും ഒരു 2 സെക്കൻഡിനുള്ളിൽ മുകളിലേക്ക് പൊന്തി വരും കേട്ടോ. നല്ല ഭൂരി പോലെ നന്നായി വീർത്ത് പൊന്തി വരും. അതിനുശേഷം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഫ്ലെയിം ഇനിയൊന്ന് മീഡിയത്തിൽ വെച്ച് കൊടുക്കുക. ഒരുപാട് ഹൈയിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാലേ വേവിച്ചെടുത്തിട്ടുള്ള പഴമാണ്, അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഉള്ളാണെങ്കിൽ വെന്ത് കിട്ടും കൂടെ വേണം. അപ്പോൾ നമുക്കൊന്ന് മീഡിയത്തിൽ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായിട്ട് വീർത്ത് പൊന്തി വന്നു കഴിഞ്ഞാൽ എടുത്ത് മാറ്റാവുന്നതാണ് കേട്ടോ. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. ഒരുപാട് എണ്ണ കുടിക്കൊന്നുമില്ല കേട്ടോ. ഇത് നിങ്ങൾക്ക് മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടി വെച്ചിട്ടും ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പഴമൊക്കെ വെച്ചിട്ട് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോസായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.